ഇതും ലേറ്റായി. ആക്ച്വലി 9 ദിവസമായിട്ടുണ്ട് ഈ ട്രെയിലർ ഇറങ്ങിയിട്ട്. ഇത് വേറൊന്നുമല്ല, ജിത്തു ജോസഫിൻ്റെ പുതിയ പടം, അതായത് ദൃശ്യം 3ക്ക് മുമ്പ് ഇറങ്ങുന്ന പടം വലതുവശത്തെ കള്ളൻ. ടീസറും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇല്ല, അതിനകത്ത് സ്റ്റാർ ചെയ്യുന്നത് ബിജുമേനുണ്ട്, ജോർജ് ഉണ്ട്. അത് രണ്ടും നല്ലൊരു മെയിൻ ആൾക്കാരാണ്. ഇവരെ വെച്ചിട്ടാണ് പുള്ളി ഇപ്പം ചെയ്യുന്നത്. ആക്ച്വലി ബിജുമേനെ ഇതിനെ വെച്ചിട്ട് ജിത്തു ജോസഫ് പറഞ്ഞു കിട്ടില്ലല്ലോ, ജോർജിനെ വെച്ചിട്ടില്ലല്ലോ. ഇല്ല, അപ്പോൾ 2 പേരെയും അപ്പോൾ 3 പേരുടെയും ഫസ്റ്റ് കൂടെ ഒരുമിക്കുന്നു. കണ്ടുവയ്ക്കാൻ ട്രെയിലർ എന്നാ അറിയാമല്ലോ. എന്തേ അല്ലെങ്കിൽ ആരും വെച്ചോണ്ടിരിക്കുന്നു. അതെ, ജോൺ എഫ് കെന്നഡിയുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്. ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി കൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു കൻ ഡു ഫോർ യുവർ കൺട്രി. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. മറ്റേ കിഷ്കിന്ത കണ്ടത്തിൽ മറ്റേ എൻ്റെ ഭാര്യ വെച്ചില്ല. ഈ അയലിന്റെ ഫാദറിനെ കുറച്ചും കൂടി സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നുന്നു. ഇതാ പാവത്തിന്റെ ചോര കഴിക്കും. നിങ്ങൾക്ക് അതാണല്ലോ ഇഷ്ടം. എന്തൊക്കെ പറഞ്ഞാലും സ്ട്രീറ്റ് നീങ്ങുന്നെങ്കിൽ ഇനി ഇവിടുന്ന് സംഭവിക്കുന്നതിനെല്ലാം നിങ്ങളായിരിക്കും ഉത്തരവാദി. മരിച്ചവർക്ക് നീതി വേണമല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ വേണ്ടി അത് വാങ്ങിക്കൊടുക്കാൻ. ഒരു പരാതിക്കാരി ഉത്തരത്തിനകത്ത് എനിക്കറിയില്ല സാം എവിടെയാണ്. ഇനി അപ്പാനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. സാം ചെയ്യുന്നതന്നെയാണ് ശരിയല്ല. ഇതുവരെ നടന്നെല്ലാം കണക്റ്റഡാണ്. എന്റെ അന്വേഷണം കിട്ടിയിട്ടില്ല. ആറ്റം ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയാണ് സാറേ. ആറ്റം കിട്ടിയിട്ട് സാറ് കൊടുത്തു തുടങ്ങിയാൽ മതി. അതുവരെ ഇളവുകൾ തരുന്നതും ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. കള്ളൻ മർഡറും പരിപാടിയൊന്നും അല്ലെന്ന് തോന്നുന്നു. അല്ല, ആണെന്ന് തോന്നുന്നല്ലോ. അത് പറയുന്നുണ്ടല്ലോ അതിനകത്ത്. മറ്റേ ഒരു സീനിൽ കാണിച്ചിരുന്നല്ലോ എന്തോ. അല്ല, ഒരു പെൺകുച്ചി മരിച്ചു കിടക്കുന്ന പോലെ. പക്ഷെ അത് പ്രസന്റ് മാത്രം ആയിരിക്കാം, ഒന്നെങ്കിൽ പാസ്റ്റ് പണ്ട് കാണുന്ന സംഭവത്തിന് പൈസ അങ്ങനെ ആയിരിക്കും. വലതുവശത്തെ കള്ളൻ എന്ന് പേരിട്ടത്. പക്ഷെ എനിക്ക് മറ്റേ മിറാഷിൻ്റെ ഇതിനേക്കാൾ ബെറ്റർ ഒരു ഫീല് തന്നിട്ടുണ്ട് ട്രെയിലർ വൈസ്. ഒന്നാമത്തെ കാര്യം ആക്ടിങ് ഒക്കെ കുറച്ച് അല്ല, വളരെ ചെറിയ പടം എനിക്ക് തോന്നുന്നു. അതിലും ബഡ്ജറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ 2 കാസ്റ്റും പിന്നെ അതിൻ്റെ ഒരു ഷൂട്ട് ചെയ്ത രീതിയൊക്കെ കുറച്ചുകൂടെ ഒരു സ്ലോ പേസ് ത്രില്ലർ ലൈൻ, കുറേ കൂടെ ഡയലോഗൊക്കെ ബെറ്റർ പരിപാടിയാണ്. കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് രസമുണ്ടെന്ന് തോന്നുന്നു. അത് ജോർജ് പുള്ളി എന്തോ ഒരു ഓൾട്ടർനേറ്റീവ് ജസ്റ്റിസ് പോലെ ആർക്കോ വേണ്ടി പോരാടുകയാണ് ആയിരിക്കാം. അപ്പം പക്ഷേ അത് ഒരുപക്ഷെ നമ്മുടെ ബിജുമേനൻ്റെ ക്യാരക്ടർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. കാരണം ഓൾറെഡി പറയുന്നുണ്ടല്ലോ, തൻ്റെ ഈ സ്വഭാവം കാരണം താൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത്, മുന്നോട്ട് കയറാത്തത്. അപ്പോൾ അങ്ങനെ എന്തോ ഇവർക്കിടയിലുള്ള ഈഗോ ക്ലാഷ് ഉണ്ടായിരിക്കും. അതിനിടയ്ക്കൊരു സംഭവം കാണാം, എന്തെങ്കിലും സംതിങ്. അതായത് ജോർജിന് ബന്ധപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടതോ അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കും. ബിജുമേനെ ലാസ്റ്റ് എന്തിലാണ് കണ്ടത് മെയിനായിട്ട് ലാസ്റ്റ് കണ്ടത് ഏതായിരുന്നു അവിടത്തെ? ഈ അടുത്തൊക്കെ പുള്ളി മെയിനായിട്ട് വലിയ പടം തലവനല്ലേ വന്നത്? തലവൻ കഴിഞ്ഞ് പുള്ളിക്കാരൻ വലിയ മെയിനായിട്ട് വന്ന പടം ഏതാ അറിയില്ല. പക്ഷെ ഇതിനകത്ത് ഒരു മേജർ റോളും വെച്ച് ഡ്രമാറ്റിക് കുറച്ച് ഞങ്ങൾ ഇതുപോയി കണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്നു മദ്രാസി? മദ്രാസി അത് ആ തമിഴ് പടം അത് കണ്ടായിരുന്നു. അതിനകത്തുണ്ടല്ലേ. പക്ഷെ അതിനകത്തെ റോള് അത്ര പോരാ. അല്ല, അതൊരു ടിപ്പിക്കൽ റോളാണ്, വേറെ ഒന്നുമല്ല. ഇത് കുറച്ചുകൂടെ രണ്ടുപേർക്കും ചെയ്യാനുള്ള പരിപാടി കാണുന്ന ഒരു രസമുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എപ്പോഴായിരുന്നു? ഈ മാസം ലാസ്റ്റോ? ഈ മാസം തോന്നുന്നു. പടം കണ്ടതെന്നറിയാം. കൂടുതലായിട്ട് സംസാരിച്ച് സ്പോയിലറാക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ പറഞ്ഞു പോകും. ആൾക്കാർക്കത് ശല്യം തുടങ്ങി. അറിയത്തില്ലല്ലോ, ഞങ്ങൾ കഥ പറയും. പിന്നെ നിങ്ങൾക്ക് ശല്യമായി മാറും. വലതുവശത്തെ കള്ളന
അതെന്തായാലും കാണും, തിയേറ്ററിൽ എന്തായാലും കാണും. പക്ഷേ ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ട്രെയിലർ എനിക്ക് മിറാഷ് ആക്ച്വലി അത്ര വർക്കായില്ല പടം. ഇല്ല, അത് ഓവറായിപ്പോയി. അതായത് ടിസ്റ്റ് ഒരു ടിസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ടിസ്റ്റ്, അടുത്ത ടിസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ടിസ്റ്റ്, ക്ലൈമാക്സ് ടിസ്റ്റ്, അവസാനം ടിസ്റ്റ് ഒന്നും ആൾക്കാർ മടുത്ത്. നമ്മൾ ലാസ്റ്റ് ഇത് ജോസഫ് പോലും അല്ലേ ഡയറക്റ്റ് ചെയ്തെന്നൊക്കെ ടിസ്റ്റ് അല്ലേ ഈ പടത്തിൽ ഞാൻ ചെയ്ത പടം. അതെ അതെ, അത്രയ്ക്ക് ടിസ്റ്റ്. ഇത് പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒരു ഡീസൻ്റ്ലി എനിക്ക് പക്ഷേ മെമ്മറീസിന്റെ ഒരു ഫീലൊക്കെ വന്നു. ശരി മെമ്മറീസിന്റെ ഒരു ഫീലാണ് എനിക്ക് വന്നത്. തണുത്ത മൂടുണ്ടല്ലോ, അത് മഴയും കളർ പാലറ്റും ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ആസിഫിലൂടെ ഒരു പടമല്ല, അതിനകത്തും ഈ ഒരു കൂമൻ, അതിനകത്തും ഈ ഒരു മൂടുണ്ടായിരുന്നു. അതൊരു ഡീസന്റ് പടം. ഈ പടങ്ങളെല്ലാം ഭയങ്കര സൈലന്റ്ലി വന്ന പടങ്ങളാണ്. ഇപ്പൊ ഈ പടവും ഭയങ്കര സൈലന്റ് ആയിട്ട് വരുന്നതാണ്. ഒരുപക്ഷെ നല്ലൊരു ഓളം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്.